Okay, children, we are discussing movement and locomotion. Here, the skeletal system and which are the bones present, and number of bones, like that. All your bones together are called skeleton, and without skeleton, we can't stand or even move. And it protect the internal organs, heart, lungs, etc. in a rib cage, and also it acts as a reservoir for calcium and phosphorus. That is, it provide a framework to body. And how many bones? 206 bones and few cartilages in adult. A significant role in movement and made of bone and cartilage. Bone, very hard matrix. Remember, bone and cartilage is connective tissue, specialized connective tissue. Of this, bone has hard matrix with calcium salts, but cartilage has a flexible, pliable matrix, and it is with the chondroitin salt. The difference between bone and cartilage. The skeletal system, that it consists of 206 bones, and it is divided into two sections, axial skeleton and appendicular skeleton. രണ്ട് കളറിൽ ഇത് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ ബ്ലൂയിഷ് ആണ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു എക്സാക്ട് ഫ്രെയിം വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കെലിട്ടൺ. ദാറ്റ് ഈസ് ആക്സിയൽ സ്കെലിട്ടൺ. ഒരു ആക്സിസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്സിയൽ സ്കെലിട്ടൺ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 80 ബോൺസ്. മറ്റ് ഫിഗേഴ്സ്, ദ ലിംസ് ആൻഡ് ദ ഗർഡിൽസ് ടുഗദർ 126 ബോൺസ്. ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ. നമുക്ക് ആ അപ്പെൻഡിക്കുലർ സ്കെലിട്ടൻ്റെ കുറച്ചുകൂടി ഗർഡിൽസ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് ഈ ഒരു വ്യൂവിലാണ്. കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. ദാറ്റ് ആക്സിയൽ സ്കെലിട്ടൺ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഇറ്റ് കംപ്രൈസസ് 80 ബോൺസ്. അപ്പോൾ ഈ ആക്സിയൽ സ്കെലിട്ടൺ ഒരു മെയിൻ ആക്സിസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു, എങ്ങനെയാണ് ഈ 80 ബോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്കൾ. ഓക്കെ, നമുക്ക് ബ്രെയിനും നമ്മുടെ ഫേഷ്യൽ പാർട്സും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്കൾ. ഇറ്റ് ഈസ് വിത്ത് 29 ബോൺസ്. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഈ 29 ബോൺസ് ഏതൊക്കെയാണെന്ന്. ദെൻ ദ വെർട്ടിബ്രൽ കോളം കണ്ടില്ലേ, ഡോർസൽ സൈഡിൽ ഇങ്ങനെ നമുക്ക് വെർട്ടിബ്രൽ കോളം കാണാം. വെർട്ടിബ്രൽ കോളം വിത്ത് 26 ബോൺസ്. ഇനി ആൻറ്റീരിയർ പോർഷൻ ആണ് നോക്കണമെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേർണം കാണാം, 1 ബോൺ. ആൻഡ് ദ റിബ്സ്, ഈ റിബ്സ് അറിയാലോ, ദ റിബ് കേജിൻ്റെ ഭാഗമായ റിബ്സ്, അത് 12 പെയേഴ്സ് ഉണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും. അങ്ങനെ 24 ബോൺസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 80 ബോൺസ് കിട്ടുന്നില്ലേ. നൗ ദ സ്കൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഈ 29 ബോൺസ് സ്കള്ളിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? അതിന് നമുക്ക് ക്രേനിയൽ ബോൺസ് എന്ന് ആദ്യം നോക്കാം. ക്രേനിയൽ ബോൺസ് ആണ്, അതിൻ്റെ അടിയിലാണ്, ഉള്ളിലാണ് എന്തൊക്കെയാണ് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ഫേഷ്യൽ പോർഷൻ ആണ്. അപ്പോൾ ക്രേനിയൽ പോർഷൻ ഇത് ഇവിടുന്ന് ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. ഇതാണ് 4 ബോൺസ്. അപ്പോൾ അത് റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. അതുകൊണ്ട് 8 ബോൺസ് ഉണ്ട്, ക്രേനിയൽ ബോൺസ്. ദേ ആർ ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ബ്രെയിൻ, ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ. ദെൻ ഫേഷ്യൽ ബോൺസ്, മുഖം കാണിക്കുന്ന ആ ഏരിയയിലുള്ള ബോൺസ് ആണ് ഫേഷ്യൽ ബോൺസ്. അപ്പോൾ ഫേഷ്യൽ ബോൺസ് പല ടൈപ്പ് ബോൺസ്, പേരുകളൊക്കെ പറ്റുമെങ്കിൽ ഒക്കെ ഒന്ന് ഓർത്ത് നോക്കുക. മാക്സിലെ മാൻഡിബിൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഈ സ്കൾ ബോണിൽ ആകെ മൂവബിൾ ആയിട്ടുള്ളൊരു ബോൺ മാൻഡിബിൾ ആണ്, ലോവർ ജോ. ബാക്കിയൊക്കെ തമ്മിൽ വളരെ ടൈറ്റ്ലി ബൗണ്ട് ആണ്. ദെൻ ഫേഷ്യൽ ബോൺസ്, ഫേഷ്യൽ ബോൺ 14 എണ്ണം ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പേരുകൾ നിങ്ങൾക്ക് പഠിക്കാനില്ല, ചില പേരുകളെങ്കിലും പഠിച്ചാൽ മതി. നെയ്സൽ ബോൺ കണ്ടോ, അതിൻ്റെ ആ ടിപ്പ് പോർഷൻ ഇല്ല അല്ലേ, അവിടെ ഒരു സ്പേസ് ആണ്, കാർട്ടിലേജ് ആണ് അവിടെ കൂടുതൽ. ഇവിടെ ബോൺ ഈ ഇത്രയും ഭാഗമേ ഉള്ളൂ. ദെൻ അനദർ വൺ ദ ഹയോയിഡ് ബോൺ എന്ന് പറയും. അപ്പോൾ സ്കൾ ബോണിൽ ക്രേനിയൽ ബോൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്, ഫേഷ്യൽ ബോൺ കഴിഞ്ഞു. ദെൻ ഹയോയിഡ് ബോൺ ആണ്. ഹയോയിഡ് ബോണിൽ
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോവർ ജോയിൻ്റെ താഴെ കണ്ട ഒരു യു ഷേപ്ഡ് ബോൺ, ഇത് സപ്പോർട്ട് ചെയ്യും ടങ്ങിനെ, ലോവർ ബക്കൽ ക്യാവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോണാണ് ഹയോയിഡ് ബോൺ. ആൻഡ് ഇയർ ഓസിക്കിൾസ്, അതേതാണ് മാലിയസ് ഇൻകസ് ആൻഡ് സ്റ്റിബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇയറിൽ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് 3 സ്മോൾ ബോൺസ് കാണാം. ദേ ആർ ഇയർ ഓസിക്കിൾസ് ആണ്. ഇനി നമുക്കൊന്നും ഓർക്കാനുള്ള എന്താ അറിയോ, ഇവിടെ ഒരു കണ്ടോ ഈ സ്കള്ളിനെ നമ്മൾ അതിൻ്റെ ലോവർ സൈഡ് നോക്കിയാൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കാണാം. ദിസ് ഓപ്പണിംഗ് ത്രൂ വിച്ച് ദ ബ്രെയിൻ, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രെയിൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ സ്പൈനൽ കോഡ്, ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്പൈനൽ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട് ബ്രെയിനിന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരാൻ. സ്കള്ളിൻ്റെ അടിയിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് ഫൊറാമൻ മാഗ്നം. ഇനി ഈ സ്കള്ള് ഈ വെർട്ടിബ്രൽ കോളത്തിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക പൊസിഷൻ വഴിയാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിപിറ്റലിൻ്റെ അടിഭാഗത്ത് ഒരു പ്രൊജക്ഷൻ ഉണ്ട്, കണ്ടില്ലേ? നമുക്കതിനെ ലോവർ സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഈ ഫൊറാമൻ മാഗ്നത്തിൻ്റെ സൈഡിലായിട്ട് കാണും 2 പ്രൊജക്ഷൻസ്. ദേ ആർ കോൾഡ് ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയും. അത് 2 ഉണ്ട് ഹ്യൂമൻ സ്കള്ളിന്. അതുകൊണ്ട് ഹ്യൂമൻ സ്കൾ ഡൈകോണ്ടിലിക് സ്കൾ എന്ന് പറയും. Dicondylic skull with 2 occipital condyle, and these occipital condyles help for the articulation with the atlas. Atlas is the first vertebra. Vertebral കോളത്തിലെ ആദ്യത്തെ വെർട്ടിബ്രയാണ് അറ്റ്ലസ്. കണ്ടില്ലേ അറ്റ്ലസ്? അറ്റ്ലസിന് ഈ ഓക്സിപിറ്റൽ കോണ്ടൈലിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഒരു പ്രൊജക്ഷൻ, എന്താ പറയുക, ഒരു ഡിപ്രഷൻ പോലെ ഒരു ഭാഗമുണ്ട്, കണ്ടോ? ഇതിൽ വന്നിട്ടാണ് അത് പ്ലേസ് ചെയ്യുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് ജോയിൻസ് വിത്ത് ദ സ്കൾ, അത് അതിനോട് യോജിച്ചിരിക്കും. എന്നിട്ട് ഈ അറ്റ്ലസ് ആക്സിസ് എന്ന രണ്ടാമത്തെ സെർവിക്കൽ വെർട്ടിബ്ര, ആ വെർട്ടിബ്രയുമായി ഒരു പ്രത്യേക തരത്തിൽ അത് ജോയിൻ ചെയ്യുമ്പോൾ ഈ ആക്സിസിൻ്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് അതിന്, കണ്ടോ? ഒഡൻഡോയിഡ് പ്രോസസ്. അത് വെച്ചിട്ട് ഇതിന് ഒരു പിവറ്റ് മൂവ്മെന്റ് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസിനോടാണ്. ഈ അറ്റ്ലസ് ആൻഡ് സ്കൾ മൂവ് വിത്ത് ആൻ ആക്സിസ്, വിത്ത് ദ ആക്സിസ്. ഈ രണ്ടാമത്തെ വെർട്ടിബ്രയായിട്ടാണ് അതിൻ്റെ മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. അങ്ങനെയാണ് സ്കൾ ഇങ്ങനെ ഈ വെർട്ടിബ്ര കോളത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കൾ എന്താണ്, അതിലുള്ള ബോൺസ് 29 ബോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? ക്രേനിയൽ ബോൺ 8, facial bone 14, hyoid bone, the lower buccal cavity, that is 1, and the ear ossicles 6, 3 in each side. Angane together we get 29 bones in the skull. Now the vertebral column. Vertebral column നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് ലോവർ ഡോർസൽ സൈഡിൽ. അവിടെ 26 സീരിയലി അറേഞ്ച്ഡ് വെർട്ടിബ്ര പ്രസൻറ്റ്. അപ്പോൾ ഓരോ വെർട്ടിബ്രയും എടുത്ത് നോക്കിയാൽ അതിനൊരു സെൻട്രം, ഒരു ഹാർഡ് പോർഷൻ കാണാം, പിന്നെ കുറച്ച് പ്രോസസ് കാണാം, സെൻറ്ററിൽ ഒരു സ്പേസ് കാണാം, ഓപ്പണിംഗ് പോലെ, കണ്ടോ? അതിൻ്റെ ലാറ്ററൽ വ്യൂ ആണ് ഈ സെൻറ്ററുള്ള പോർഷൻ, ഈ പ്രൊജക്ഷൻസ്. ഇതിൻ്റെ ഈ ഇടയിൽ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കാണാം? ഈ ഓപ്പണിംഗ് കാണാം. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫൊറാമൻ മാഗ്നത്തിൽ കൂടെ പുറത്തു വരുന്ന സ്പൈനൽ കോഡ് എക്സ്റ്റെൻഡ് ത്രൂ ദിസ് സെൻട്രൽ ക്യാവിറ്റി. ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് ന്യൂറൽ സ്പൈൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് പറഞ്ഞു. അറ്റ്ലസിലാണ് ഒരു ഓക്സിപിറ്റൽ കോണ്ടൈൽ ഓഫ് സ്കൾ വന്ന് ജോയിൻ ചെയ്യുന്നത് അറ്റ്ലസിനോടാണ് എന്ന് പറഞ്ഞു. And atlas make a pivot movement with the axis. Axis is the second vertebra. ഇനി വെർട്ടിബ്ര കോളത്തിന് നമ്മൾ 26 ബോൺസ് ഉണ്ട് പറഞ്ഞു. ഈ 26 ബോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? They are 7 cervical vertebra. Remember mammals, even in the camel as well as in the giraffe, the 7 cervical vertebra present. 7 എണ്ണേ ഉള്ളൂ. 7 വെർട്ടിബ്ര ഈ കഴുത്തിൻ്റെ ഭാഗത്ത് സെർവിക്കൽ റീജിയനിൽ കാണാം. അതാണ് 7 സെർവിക്കൽ വെർട്ടിബ്ര. ഇങ്ങനെയാണ് അതിനെ നമ്പർ ഇട്ട് പറയുക. പിന്നെ തൊറാസിക് റീജിയൻ,
റിബ് കേജ് ഒക്കെ വരുന്ന തൊറാസിക് റീജിയനിൽ 12 എണ്ണം ഉണ്ട്. 12 തൊറാസിക് വെർട്ടിബ്ര. ദെൻ ദ അബ്ഡമിനൽ റീജിയൻ വരുമ്പോൾ ദ ലംബാർ വെർട്ടിബ്ര. കണ്ടോ, ഇതിനൊക്കെ ഒരു പ്രത്യേക കർവേച്ചർ ഉണ്ട് ഈ വെർട്ടിബ്ര കോളത്തിന്. ഈ കർവേച്ചർ അതിനെ ഹെൽപ്പ് ചെയ്യും നമ്മൾക്ക് എന്താണ് സ്റ്റാൻഡ് ഇറക്റ്റ്, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ലംബാ വെർട്ടിബ്ര എത്ര വെർട്ടിബ്ര ഉണ്ട്? 5 ലംബാ വെർട്ടിബ്ര ഉണ്ട്, L1 to L5. അത് വന്ന് ജോയിൻ ചെയ്യുന്നത് സാക്രൽ വെർട്ടിബ്ര എന്ന് പറയും. അത് ഇൻഫൻസിൽ 5 എണ്ണം ഉണ്ടാവും, അഡൽട്ട് ആകുമ്പോഴേക്കും അത് ഫ്യൂസ് ചെയ്തിട്ട് സിംഗിൾ സാക്രൽ വെർട്ടിബ്ര ആയി മാറും. അതുപോലെ അതിൻ്റെ താഴെ ഒരു ചെറിയ വെർട്ടിബ്രൽ പോർഷൻ ഉണ്ട് വിത്ത് 4 fused vertebra, that is coccyx. ഒരു സിംഗിൾ വെർട്ടിബ്ര ഇൻ അഡൽട്ട്, ഇറ്റ് ഈസ് നോൺ ആസ് coccyx. അപ്പോൾ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് വെർട്ടിബ്രൽ of a vertebral column? Cervical vertebra, thoracic vertebra, lumbar vertebra and sacrum and coccyx. Coccygeal എന്ന് പറയും, അല്ലെങ്കിൽ coccyx. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേർണം, ഫ്രണ്ട് പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോൺ കാണാം ഇൻ ദ മിഡ് ലൈൻ ഓഫ് ദ തോറാക്സ്. അതിനെയാണ് സ്റ്റേർണം എന്ന് പറയും, ദ സിംഗിൾ ബോൺ സ്റ്റേർണം. ഈ സ്റ്റേർണത്തിനോടാണ് നമ്മളുടെ വെർട്ടിബ്ര കോളം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? വിത്ത് ദ റിബ്സ്. അപ്പോൾ റിബ്സ് ഇൻ പെയേഴ്സ്, ആൻഡ് ദേ ആർ 12 ഇൻ പെയേഴ്സ്. അപ്പം റിബ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെർട്ടിബ്ര കോളത്തിൽ നിന്നാണ്. ഓരോ തൊറാസിക് വെർട്ടിബ്രയിൽ നിന്നും ഓരോ റിബ് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ 2 റിബ്സ് കണ്ടോ, ഫസ്റ്റ് 1 പെയർ, ദ സെക്കൻഡ് പെയർ, തേർഡ് പെയർ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഓക്കെ, ഇത്രയും ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ആൻഡ് ദ 7th ഓൾസോ, 7th വന്നിട്ട് എവിടെ നിന്ന് പുറപ്പെട്ടു? 7th തൊറാസിക് വെർട്ടിബ്രയിൽ നിന്ന് വന്നിട്ട് ഇറ്റ് ജോയിൻസ് വിത്ത് ദ സ്റ്റേർണം. എന്നാൽ 8th, 9th, 10th ദേ ആർ നോട്ട്, they are starting from the thoracic vertebra, but later they are united to the 7th. കണ്ടില്ലേ, 7th-നോടാണ് ഇതൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഈ 3 എണ്ണവും ഈ 7th-നോടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 വെർട്ടിബ്രേനെ റിബ്സിനെ 8th, 9th, 10th, 8th, 9th, 10th ഈ 3 എണ്ണത്തിനെ ഫാൾസ് റിബ്സ് എന്ന് പറയും. They not join directly to the sternum, it joins to the 7th vertebra rib. അതുകൊണ്ട് അതിനെ ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നാണ് പറയുക, വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ഇനി വേറൊരെണ്ണുണ്ട്, ദാറ്റ് ഈസ് ദ 11th ആൻഡ് ദ 12th. കണ്ടില്ലേ, 11th തൊറാസിക് വെർട്ടിബ്രയിൽ നിന്നും 12th തൊറാസിക് വെർട്ടിബ്രയിൽ നിന്നും 2 റിബ്സ് ഓൺ ഈച്ച് സൈഡ്. അത് അവിടെ നിന്ന് പുറപ്പെട്ടു, പക്ഷേ ദേ നോട്ട് ജോയിൻസ് വിത്ത് അതർ റിബ്സ്. മറ്റുള്ള റിബ്സിനോട് വന്ന് ജോയിൻ ചെയ്യണില്ല, അത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 റിബ്സിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു, എന്നാൽ ഇവിടോട്ട് എത്തിയില്ല. അത്തരം റിബ്സാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. നമുക്ക് ഓർക്കാം, ഈ ഫ്ലോട്ടിംഗ് റിബ്സും കൂടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊറാസിക് വോളിയം ഇത്ര കണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റിബ്സിൻ്റെ ലെങ്ത് കുറഞ്ഞത് നമ്മളുടെ റിബ് കേജിൻ്റെ സ്പേസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിബ് കേജ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഫോംഡ് ബൈ തൊറാസിക് വെർട്ടിബ്ര, അല്ലെ, പുറകുവശത്തെ തൊറാസിക് വെർട്ടിബ്ര, പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട 2 സൈഡിൽ നിന്നും പുറപ്പെട്ട റിബ്സ് ആൻഡ് ദ ഫ്രണ്ടൽ പോർഷൻ ദ സ്റ്റേർണം. ഈ റിബ് കേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രധാന കാര്യം ടു പ്രൊട്ടക്ട് ദ ഇന്റേണൽ ഓർഗൻസ് ആൻഡ് ഫോർ റെസ്പിറേഷൻ. അങ്ങനെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്പെൻഡിക്കുലാർ സ്കെലട്ടൻ നോക്കാം. ഓക്കെ, താങ്ക് യു.